ഉരുൾപൊട്ടലിൽ സർവ്വവും നഷ്ടപ്പെട്ട വയനാട് ജനതയ്ക്ക് സഹായഹസ്തവുമായി പത്തനംതിട്ടയിലെ സേവാഭാരതി പ്രവർത്തകരും 2018 പ്രളയത്തിന്റെ ദുരിതം അനുഭവിച്ചവർ സേവാഭാരതി വഴി വയനാടിന് കൈത്താങ്ങാകുകയാണ്. വയനാട്ടിലെ ജനതയുടെ കഷ്ടപ്പാടുകൾക്ക് സാന്ത്വനമേകാൻ വിഭവശേഖരണത്തിൽ പങ്കാളികളായി ജനം സൗഹൃദവേദിയും. 2018 ഓഗസ്റ്റ് 16 പമ്പയുടെ തീരം മുഴുവൻ ഇങ്ങനെ വിറങ്ങലിച്ചു നിന്നിരുന്നു. അന്നൊരു നാട് മുഴുവൻ പത്തനംതിട്ടയിലെ ജനങ്ങൾക്ക് കൈത്താങ്ങും ആശ്വാസവുമായി മാറി. ആ ജനതയാണ് വയനാടിന് തങ്ങളാലാകുന്ന വിധം സഹായമായി മാറുന്നത്. ഉരുൾപൊട്ടലിൽ സർവ്വവും നഷ്ടപ്പെട്ടവർക്ക് സഹായം എത്തിക്കാൻ സേവാഭാരതി തുറന്ന കളക്ഷൻ സെന്ററുകളിൽ തങ്ങളാൽ കഴിയുന്ന സഹായം എത്തിക്കുകയാണ് പത്തനംതിട്ടക്കാർ. ദേശീയ സേവാഭാരതി പത്തനംതിട്ട ജില്ലാ സമിതിയുടെ നേതൃത്വത്തിൽ 57 യൂണിറ്റുകളാണ് ജില്ലയിൽ പ്രവർത്തിക്കുന്നത്. 57 പഞ്ചായത്ത് സമിതികൾ അവരുടെ നേതൃത്വത്തിലാണ് ഈ പറഞ്ഞ കളക്ഷൻ നടന്നിട്ടുള്ളത്. ജില്ലയിൽ 2 സംഭരണ കേന്ദ്രങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഒന്ന് കോഴഞ്ചേരി കാര്യാലയം കേന്ദ്രീകരിച്ചു, പത്തനംതിട്ട കാര്യാലയം കേന്ദ്രീകരിച്ചു. അപ്പോൾ നമുക്കറിയാം 2018 പ്രളയത്തിൽ ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിച്ചൊരു ജില്ലയാണ് പത്തനംതിട്ട എന്ന് പറയുന്നത്. അതുകൊണ്ട് പത്തനംതിട്ടക്കാർക്ക് ഈ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാകും. അതുകൊണ്ട് തന്നെ സഹായിക്കാൻ ഏറ്റവും മുൻപന്തിയിൽ പത്തനംതിട്ടക്കാരുണ്ടാവും. നമ്മൾ ഒരു ദിവസം കൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ സംഭരിക്കാൻ സാധിച്ചു. പത്തനംതിട്ട റവന്യൂ ജില്ലയിലെ 54 കേന്ദ്രങ്ങളിലാണ് സേവാഭാരതി വയനാടിനായുള്ള കളക്ഷൻ ആരംഭിച്ചത്. 2 ദിവസം കൊണ്ട് ഒരു ലോഡ് അവശ്യ സാധനങ്ങളാണ് വയനാട്ടിലേക്ക് സേവാഭാരതി അയച്ചത്. വയനാട്ടിന്റെ പുനരധിവാസത്തിനായി തങ്ങളാൽ കഴിയുന്നത് ഇനിയും ചെയ്യാൻ സംഘടനയുടെ നിർദ്ദേശത്തിനായി കാത്തിരിക്കുകയാണ് പത്തനംതിട്ടയിലെ സേവാഭാരതി പ്രവർത്തകർ. അടുത്ത ഘട്ടത്തിൽ സംഘടന പറയുന്നതനുസരിച്ചിട്ട് കൂടുതൽ സഹായം ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ യൂണിറ്റുകളും തയ്യാറാണ്. അതുപോലെ തന്നെ ജില്ലയിൽ നിന്ന് 2 ആംബുലൻസ് ഇപ്പോൾ അവിടുത്തെ സേവനത്തിനായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചിതാഗ്നിയുടെ സേവനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇപ്പം മരുന്നുകൾ കുറേ നമ്മൾ ശേഖരിച്ചിട്ടുണ്ട്. മരുന്നുകൾ, വസ്ത്രം, അതുപോലെ തന്നെ പുതപ്പ്, പായ, ബ്രഷ്, പേസ്റ്റ്, പാത്രങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ളതാണ് ഇപ്പോൾ അവിടെ ആവശ്യമുള്ള സാധനങ്ങൾ. അതിനനുസരിച്ച് ഒരു ലിസ്റ്റ് നമുക്ക് സ്റ്റേറ്റിൽ നിന്ന് തന്നിരുന്നു. അതും പ്രകാരമുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ളത്. ജനം സൗഹൃദവേദിയും സമാനമായ രീതിയിൽ വിഭവശേഖരണം നടത്തി. ജനം സൗഹൃദവേദി പത്തനംതിട്ട ജില്ലയുടെ വയനാടിന് കൈത്താങ്ങ് മുതിർന്ന പൊതുപ്രവർത്തകനും ചാർട്ടേഡ് അക്കൗണ്ടന്റുമായ പി രാജുവിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ സ്വീകരിച്ച് ഉദ്ഘാടനം ചെയ്തു. സേവാഭാരതി ആണ് മുഴുവൻ സംഘടിപ്പിക്കുന്നത്, ക്രോഡീകരിക്കുന്നത്. ഇങ്ങനൊരു വലിയ പ്രവർത്തനങ്ങൾക്ക് എനിക്ക് ഭാഗവാക്കാകാനും ഈ ജില്ലയിലെ ആദ്യത്തെ ഒരു എളിയ സംഭാവന കൊടുക്കുവാനും കിട്ടിയ അവസരം ജീവിതത്തിൽ മറക്കാത്ത ഒന്നായിട്ട് ഞാൻ കരുതുന്നു. രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ ശബരിഗിരി ജില്ലാ സംഘചാലക് CN രവികുമാർ, ജില്ലാ സഹകാര്യ S പ്രദീപ്, സേവാപ്രമുഖ PV സജികുമാർ, ജനം സൗഹൃദവേദി പ്രതിനിധി R ഹരി എന്നിവരുടെ നേതൃത്വത്തിലാണ് ജില്ലയുടെ വിവിധ മേഖലകളിൽ നിന്ന് നിരവധി ആളുകളെ ഈ പ്രവർത്തനത്തിൽ പങ്കാളികളാക്കുന്നത്. ജനം, പത്തനംതിട്ട.